إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം പാലിച്ച് തഖ്വയുള്ളവരായി സൂക്ഷ്മതയുള്ളവരായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാൻ പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അവന്റെ യഥാർത്ഥ അടിയാറുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ മാസം അത് ഏകദേശം പകുതി പിന്നിട്ട് നിൽക്കുകയാണ്. നന്മകൾ ചെയ്യുന്നവന്റെ മനസ്സിൽ അഖ്ബിൽ അഖ്ബിൽ മുന്നോട്ട് വാ എന്ന, അല്ലെങ്കിൽ മുന്നോട്ട് പോ എന്ന ശബ്ദം അവന്റെ ഹൃദയത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, അല്ലയോ നന്മ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യ, മുന്നിട്ട് വാ എന്നുള്ള ആ ഒരു പ്രഖ്യാപനം അത് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് പരിശുദ്ധമായ റമദാനിലെ ഓരോ ദിനരാത്രങ്ങളും നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 2-3 ദിവസം കൂടി കഴിയുമ്പോൾ അവസാനത്തെ 10ലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്ന ഏറ്റവും ധന്യമായ മുഹൂർത്തങ്ങളാണ്
റമദാനിൽ ജീവിക്കുക എന്നതും റമദാനിലെ അവസാനത്തെ 10 പ്രവേശിക്കാൻ കഴിയുക എന്നുള്ളത്, നമ്മുടെ കണ്ണും കൽബും കാതുമെല്ലാം നോമ്പിന്റെ മാധുര്യം, നോമ്പിന്റെ രുചി, അതിന്റെ ഹലാവത്ത് അത് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയും. പ്രിയമുള്ളവരെ, ഈ ഒരു ആസ്വാദനം വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള ഒരു പരിശോധന എല്ലാ സമയങ്ങളിലും ഉണ്ടാകണമെന്നാണ്. ഹൃദയത്തിൽ റബ്ബിനുള്ള സ്ഥാനം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി തന്നെയാണോ ഉള്ളത്? നമ്മുടെ രാത്രി നമസ്കാരങ്ങൾ അതിന് റമദാൻ കഴിഞ്ഞാലും തുടരുവാനുള്ള ഒരു മാനസികമായ അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും ഉയർന്നിട്ടുണ്ടോ എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? പണ്ഡിതന്മാർ പറയുന്നുണ്ട്, രാവുകളിലെ നമസ്കാരം എന്നത് അഖ്റബു ഇലൽ ഇഖ്ലാസ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഏറ്റവും നല്ല ഖുർബത്ത് ലഭിക്കുന്ന, അടുപ്പം ലഭിക്കുന്ന സമയമാണ്. ഫിഹ മശഖത്തുൻ, അതിൽ പ്രയാസങ്ങൾ ഉണ്ടാകും. ഫിഹ അൽ ഖിറാഅ, അതിൽ ഖുർആനിന്റെ പാരായണവും ഉണ്ടാകുമെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. മൂന്നും സംയോജിച്ച് മനോഹരമായ നിമിഷങ്ങളാണ് ഒരു വിശ്വാസിക്ക് അവന്റെ രാത്രി നമസ്കാരങ്ങളിൽ ലഭിക്കുക എന്ന്. ഒരു മരത്തിൽ നിന്ന് ഇല കൊഴിഞ്ഞ മരം നമ്മൾ എപ്രകാരം കാണുന്നുവോ അതുപോലെ പ്രിയമുള്ളവരെ, റമദാൻ മാസം കഴിയുമ്പോൾ നമ്മളിൽ നിന്ന്, എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും എല്ലാ പാപങ്ങളും അതെല്ലാം കഴുകിക്കളഞ്ഞ് അതങ്ങനെ പോക്കി ഒരു ഇല കൊഴിഞ്ഞു നിൽക്കുന്ന ഒരു മരത്തെ പോലെ തിന്മകളെല്ലാം മാഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എനിക്കും നിങ്ങൾക്കും ഉയരാൻ കഴിയണം. അതിന് വേണ്ടത് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്കുള്ള മടക്കമാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വതൂബൂ ഇലല്ലാഹി ജമീആ, നിങ്ങൾ എല്ലാവരും അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങണം. അയ്യുഹൽ മുഅ്മിനൂൻ, അല്ലയോ ഈമാനുള്ള മനുഷ്യരെ, ലഅല്ലകും തുഫ്ലിഹൂൻ, അങ്ങനെയെങ്കിൽ നിങ്ങൾ വിജയം പ്രാപിച്ചേക്കും. ഒരു മനുഷ്യന്റെ വിജയം എന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരിഗണിക്കുമ്പോഴുമാണ് എന്ന്. അല്ലാഹുവിലേക്ക് മടങ്ങുക വഴി ഒരു മനുഷ്യന് അങ്ങനെയാണ് ഒരു അവസ്ഥയുണ്ടാവുക എന്നാണ്. അവസാന 10 പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമ്മൾ കുത്തിവെക്കേണ്ട ഒരു പ്രാർത്ഥനയെ സംബന്ധിച്ച് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നുണ്ട്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വാഫഖതു ലൈലത്തുൽ ഖദ്ർ, എനിക്ക് ലൈലത്തുൽ ഖദ്ർ അങ്ങനെ സംജാതമായി കഴിഞ്ഞാൽ ഫബിമ അദ്ഉ, ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്റെ റബ്ബിനോട്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലി, ആയിഷ നീ പറയണം, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ നീ ഏറെ അഫ്വ് കൊടുക്കുന്നവനാണ്, നീ ഏറെ വിട്ടുവീഴ്ച നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, നിനക്ക് ആ വിട്ടുവീഴ്ച ഇഷ്ടമാണ്, അതുകൊണ്ട് ഫഅഫു അന്നി, നീ എനിക്ക് മാപ്പ് നൽകണമെന്ന് പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ പഠിപ്പിക്കുക. പ്രിയമുള്ളവരെ, ഈ ഒരു പ്രാർത്ഥന നമ്മൾ ചേർത്ത് വെച്ച് അവസാന 10 ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു പ്രാർത്ഥനയായി മനസ്സിലാക്കി ഈ പ്രാർത്ഥനയെ നമ്മൾ പഠിക്കണം. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. തൗബ റബ്ബിൽ ഉയരുന്നത് നല്ല മനസ്സുകളിൽ നിന്നാണ്, നല്ല ഖൽബുകളിൽ നിന്നാണ്. ഏതൊരു മനുഷ്യനും റബ്ബിലേക്ക് മടങ്ങാൻ നിമിഷം മതി. ഒരു നിമിഷം കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് ഒരാൾക്ക് മടങ്ങിയെത്താം. പരിശുദ്ധ മാസം കടന്നു വന്നിട്ട് നമ്മളാരും വഞ്ചിതരാകാൻ പാടില്ല. ഈ റമദാൻ മാസം ലഭിച്ചിട്ട് നമ്മൾ ചതിയിൽപ്പെടാൻ പാടില്ല. നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുകയും അതോടൊപ്പം നമ്മുടെ തൗബ സ്വീകരിച്ച് നമ്മളെ മടക്കിയെടുത്ത് ഏറ്റവും നല്ലൊരു മനുഷ്യനായി അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങുമ്പോൾ ആ ഒരു അവസ്ഥയിൽ നമുക്ക് റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയണം. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബികൽ കരീം, അത്യുദാരനായ നിന്റെ റബ്ബിനെ സംബന്ധിച്ച് മനുഷ്യ, നിന്നെ എന്താണ് വഞ്ചിച്ചു കളയുന്നത്? റമദാൻ അവസരമാണ്, റബ്ബിനെ അറിയാനുള്ള അവസരം, തൗബ ചെയ്ത് മടങ്ങാനുള്ള അവസരം, ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങാനുള്ള അവസരം, എല്ലാ നന്മകളും ചേർത്ത് വെക്കാനുള്ള അവസരമാണ് പരിശുദ്ധ റമദാൻ എന്നത്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തവ്വാബാൻ, അല്ലാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് എന്നാണ്. പശ്ചാത്താപവുമായി ബന്ധപ്പെട്ട വചനങ്ങളിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് കാണാം, ഇന്നല്ലാഹ തവ്വാബുർ റഹീം, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകളിൽ നിന്ന് തൗബ സ്വീകരിക്കുന്നവനും അർ റഹീമുമാണ് എന്ന്.
അള്ളാഹു കരുണ ചെയ്യുന്നവനാണ്. പണ്ഡിതന്മാർ പറഞ്ഞു തൗബയുടെ തൗഫീക്ക് ലഭിക്കുക എന്നത് അള്ളാഹുവിന്റെ കാരുണ്യമാണ് എന്നാണ് അതിനെ വിശദീകരിക്കുന്നിടത്ത്. അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യൻ തൗബ ചെയ്ത് മടങ്ങുക വഴി അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നാണ് അവന് തൗബ ലഭിക്കുക എന്നാണ്. അതാണ് അള്ളാഹു എല്ലാ സ്ഥലങ്ങളിലും അധിക സ്ഥലങ്ങളിലും ഇന്നല്ലാഹ തവ്വാബുൻ റഹീം, തവ്വാബിനെയും റഹീമിനെയും ചേർത്ത് വെച്ചത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. മുഅ്മിനീങ്ങളെ, ഖുർആൻ അള്ളാഹുവിനോടുള്ള ഇഷ്ടം പറഞ്ഞ സ്ഥലങ്ങളിൽ എങ്ങനെയാണോ അതേ വാചകമാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പറയുന്നത് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, മുഅ്മിനുകളായ ആളുകൾ, ഈമാനുള്ള മനുഷ്യർ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, എന്തിനേക്കാളേറെയും അവന് ഏറ്റവും പ്രിയം അള്ളാഹുവിനോടായിരിക്കും. ഇതേ വാചകം തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. തൗബ ചെയ്തു മടങ്ങുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലില്ലാഹി അശദ്ദു ഫർഹൻ, തൗബ ചെയ്തു മടങ്ങുന്ന ആളിനോട് അള്ളാഹുവിനോട് ഇഷ്ടമാണ്, അള്ളാഹുവിന്റെ സന്തോഷമാണ്. ലില്ലാഹി അശദ്ദു ഫർഹൻ, അള്ളാഹ്ക്ക് വലിയ സന്തോഷമാണ്. ആരോട്? ബിതൗബത്തി അബ്ദിഹി, ഒരു മനുഷ്യൻ റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തി ഇനി ഒരിക്കലും നാദ റബ്ബേ ഞാൻ ആ തിന്മയിലേക്ക് മടങ്ങില്ല എന്ന പ്രഖ്യാപനം പ്രഖ്യാപിച്ച് ഇനി നന്മകളുമായി ഞാൻ ജീവിച്ചു കൊള്ളാം, എന്റെ അമലു സ്വാലിഹാത്തുകളുമായി ഞാൻ കഴിയാം, ഇനി ഞാൻ ഒരിക്കലും ആ തിന്മയിലേക്ക് മടങ്ങിപ്പോകില്ല, ഞാൻ ഇന്ന രൂപത്തിലുള്ള തിന്മകൾ ചെയ്ത മനുഷ്യനാണ്, അല്ലാഹ് അല്ലാത്തവരോട് ഞാൻ തേടിയിരുന്നു, ഞാൻ മദ്യപിച്ചിരുന്നു, ഞാൻ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിരുന്നു, എല്ലാം ഇതാ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്, ഞാൻ മതിയാക്കി റബ്ബേ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ മടങ്ങിയെത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗബ സ്വീകരിച്ച് ലില്ലാഹി അശദ്ദു ഫറഹ, അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ് അത്തരം മനുഷ്യരെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്തുകൊണ്ട്? തൗബ ചെയ്ത് മടങ്ങുക വഴി അവന് കിട്ടുന്ന ഒന്നാണത്. ഒരു മനുഷ്യൻ, ഒരു വഴിയാത്രക്കാരൻ, ഒട്ടകം നഷ്ടമായി അയാളുടെ വാഹനം നഷ്ടമായപ്പോ അയാളുടെ ഭക്ഷണ സാധനങ്ങളും അതിലുണ്ടായിരുന്നു. അയാൾ എങ്ങനെ അത് നഷ്ടമായ വിഷമത്തിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോ തിരികെ അയാൾക്ക് ഒട്ടകം ലഭിച്ചു. അയാൾക്കുള്ള ഭക്ഷണവും അയാളുടെ വാഹനവും നഷ്ടപ്പെട്ട നിമിഷം അയാളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഖേദകരമായ അവസ്ഥയാണ്. പിന്നീട് ആ വഴിയിൽ നിന്ന് എങ്ങോട്ട് പോകണമെന്നറിയില്ല, ഇനി എന്ത് കഴിക്കണമെന്നറിയില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ വീണ്ടും ആ വാഹനം തിരിച്ചു ലഭിക്കുകയാണ് മനുഷ്യന്. അയാൾ പറയുന്നുണ്ട് ഫാഖദ ബിഖ്താമിഹി, അതിന്റെ കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട്, ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു അത്രേ ഇൻ ശിദ്ദത്തിൽ ഫറഹി, അയാൾക്കുള്ള സന്തോഷത്തിന്റെ ആധിക്യത്താൽ എന്താ പറഞ്ഞത് അയാള്? അല്ലാഹുമ്മ അൻത അബ്ദി, അല്ലാഹ് നീ എന്റെ അടിമയാണ്, വഅന റബ്ബുക, ഞാൻ നിന്റെ റബ്ബുമാണ് എന്ന് അയാൾ പറഞ്ഞുപോയി എന്നാണ്. വാചകം തെറ്റാണ്, പക്ഷേ സന്തോഷത്തിന്റെ കാഠിന്യം കൊണ്ട് അയാൾ പറയുന്ന ആ ഒരു നിമിഷം അഖ്തഉ മിൻ ശിദ്ദത്തിൽ ഫറഹി, അയാൾക്ക് ലഭിച്ച സന്തോഷത്തിന്റെ ഏറ്റവും വലിയ ആധിക്യമായിരുന്നു അത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സന്തോഷാധിക്യത്താൽ വാചക ഘടന മാറി. അങ്ങനെ ഒരു മനുഷ്യന്റെ സന്തോഷം, അയാൾ ആ സന്തോഷം പങ്കിടുന്ന അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കുന്നവനോട് അള്ളാഹുവിന് വലിയ പ്രിയമാണ് എന്നാൽ ഇല്ലാഹി അശദ്ദു ഫറഹ, അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്, റബ്ബ് സ്വീകരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തൗബ കാത്തിരിക്കുകയാണ്. ആ മനുഷ്യൻ മടങ്ങിയെത്തുമോ എന്നറിയാൻ, അയാൾ നന്മയിലേക്ക് എത്തുമോ എന്നറിയാൻ, അയാൾക്ക് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള ആഗ്രഹം റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്കുണ്ട്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ കാത്തിരിക്കുകയാണ് മടങ്ങിയെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ മടങ്ങിയെത്താൻ എനിക്ക് നിങ്ങൾക്കും സൗകര്യമുണ്ട് എങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങാനുള്ള അവസരം നമ്മുടെ മുന്നിൽ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് പരിശുദ്ധമായ റമദാൻ അല്ലാതെ മറ്റേത് മാസത്തിലാണ് പ്രിയമുള്ളവർ? അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. സകല തിന്മകളും മാറ്റിവെച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങളുമായി എനിക്ക് നിങ്ങൾക്ക് റബ്ബിലേക്ക് മടങ്ങാൻ കഴിയണം. വിശുദ്ധ ഖുർആനിലൂടെ സൂറത്ത് സുമറിന്റെ 53-ാമത്തെ വചനമാണ് ഞാൻ ആമുഖമായി നിങ്ങളുടെ മുന്നിൽ ഓതി വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുകയാണ്. എന്താണ് അല്ലാഹു പറയുന്നത്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഖുൽ നബിയേ പറയണം, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, എന്റെ പ്രിയപ്പെട്ട അടിമകളെ. ആരെ വിളിക്കുന്നത്? സ്വന്തത്തോട് തന്നെ. അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അതിക്രമങ്ങൾ ചെയ്തു പോയ അക്രമകാരികളായ മനുഷ്യരെ നിങ്ങളെ ഞാൻ വിളിക്കുകയാണ്. യാ ഇബാദി, എന്റെ അടിമകളെ എന്ന് വിളിക്കുകയാണ്.
ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടാൻ പാടില്ല. നിങ്ങൾക്ക് ഒരു നിരാശയും വേണ്ട. മിർ റഹ്മത്തില്ലാഹ്, അള്ളാന്റെ കാരുണ്യമുണ്ട് എന്ന വിഷയത്തിൽ നിങ്ങൾ നിരാശരാകാൻ പാടില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ, തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ മുഴുവൻ പാപങ്ങളും അള്ളാഹ് പുറത്തു തരും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ് എന്ന് അങ്ങനെ വിളിക്കുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ. എത്ര മനോഹരമായ വാചക ഘടനയാണ്. അള്ളാഹ് വിളിക്കുമ്പോ പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങൾക്ക് മടങ്ങിയെത്താൻ കഴിയണം. ആല ഇമ്രാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങൾ അള്ളാഹിന്റെ മഗ്ഫിറത്തിലേക്ക്, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരിൻ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളോളം വിശാലമാക്കിയ സ്വർഗത്തിലേക്ക് നിങ്ങൾ വരൂ എന്ന് ആല ഇമ്രാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അല്ലാഹുവിലേക്ക് മടങ്ങാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയണം. ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ, അല്ലാഹു രാവിന്റെ വേളകളിൽ നമ്മളെ നോക്കി കൈനീട്ടിയിരിക്കുകയാണ്. എന്തിനാണ്? ലിയതൂബ മുസി അന്നഹാർ, പകലിൽ തിന്മകൾ ചെയ്തു പോയ മനുഷ്യന്റെ തൗബ സ്വീകരിക്കാൻ, തൗബ ചെയ്ത് മടങ്ങിയെത്താൻ വേണ്ടി അള്ളാഹു കൊതിച്ചുകൊണ്ട് അള്ളാഹു ആ മനുഷ്യനെ നോക്കി രാവുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കരങ്ങൾ നീട്ടിയിരിക്കുകയാണ്. വയബ്സുതു യദഹു ബിന്നഹാർ, പകലിലും അള്ളാഹു അത് നീട്ടിവെച്ചിട്ടുണ്ട്. ലിയതൂബ മുസി അല്ലൈലി, രാവുകളിൽ തിന്മ ചെയ്തു പോയ മനുഷ്യനോട്. ഹത്താ തത്ലുഅ അശ്ശംസു മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് അത് ഉദിക്കുന്ന കാലം അത്രയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന റമളാൻ മാസത്തിൽ മാത്രമല്ല, എല്ലാ കാലത്തും ഒരു മനുഷ്യന് റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങാം. എന്നാൽ റമളാൻ സുവർണ അവസരമായി നമ്മൾ മനസ്സിലാക്കണം. പകലിൽ തെറ്റ് ചെയ്തു പോയി, രാവുകളിൽ തിന്മകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നുപോയി. എല്ലാം അറിയുന്ന മലിക്കുൽ ജബ്ബാറായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. ആലിമുൽ ഗൈബായ, എല്ലാം അറിയുന്ന, എല്ലാ രഹസ്യവും അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം പുറത്തു തരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കമാണ് എന്നാണ്. വഹുവല്ലദീ യഖ്ബലു തൗബതു അൻ ഇബാദിഹി, അവനാണ്, അല്ലാഹുവാണ് യഖ്ബലു തൗബതു അൻ ഇബാദിഹി, തന്റെ അടിമകളിൽ നിന്ന് തൗബ സ്വീകരിക്കുന്നവൻ. വയഅഫു അനിസ് സയ്യിആത്ത്, തിന്മകളെല്ലാം അല്ലാഹു മാപ്പ് നൽകും. അല്ലാഹു മാപ്പ് നൽകും, ഒരു മനുഷ്യന് വീണ്ടും അവസരം നൽകും എന്നതാണ്. പക്ഷേ മനുഷ്യരായ നമ്മൾ പലപ്പോഴും പടപ്പുകളോ എങ്ങനെയാണ്? നമ്മുടെ സുഹൃത്തുക്കളോട്, നമ്മുടെ ബന്ധുമിത്രാദികളോട്, നമ്മളുമായി ബന്ധങ്ങൾ വെച്ച് പുലർത്തിയ മനുഷ്യരോട് പലപ്പോഴും നമുക്ക് അഫ്വ്, ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ പോലും, അല്ലെ, ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ പോലും, ഒരു സോറി പറഞ്ഞാൽ പോലും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, ഒരിക്കലും ഞാൻ അയാളുമായി ഇനി ഒരു ബന്ധവും വെച്ച് പുലർത്തില്ല എന്ന് പറയുന്ന ആളുകളെ കാണും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അഫ്വ് നൽകുന്നവനാണ്. പക്ഷെ മനുഷ്യരായ നമ്മൾ ഒരു മനുഷ്യനോട് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകുന്നില്ലേ എങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് അല്ലാഹു അഫ്വ് നൽകുക? അല്ലാഹു നമുക്ക് എങ്ങനെയാണ് അഫ്വ് നൽകുക, വിട്ടുവീഴ്ച തരിക? നമ്മളത് ആലോചിക്കണം. നമ്മുടെ സുഹൃത്തുക്കളോടും ബന്ധുമിത്രാദികളോടും നമ്മുടെ സഹപ്രവർത്തകരോടുമൊക്കെ നമ്മൾ എപ്രകാരമാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്? മാത്രമല്ല, ക്ഷമിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെന്തെങ്കിലും വീണ്ടും ഒന്ന് തെറ്റിയാൽ പഴയ കാര്യങ്ങൾ പറഞ്ഞ് അയാളെ വിഷമിപ്പിച്ച് ദുഃഖിപ്പിച്ച് അങ്ങനെ അയാളെ പ്രയാസപ്പെടുത്തി കഴിയുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അന്ന് ക്ഷമിച്ചു എന്ന് പറഞ്ഞത് വെറും വാക്കുകൾ മാത്രമായിരുന്നു. അഫ്വ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിനെക്കുറിച്ചൊരു സംസാരമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുവീഴ്ച ചെയ്തു തരുന്നവനാണ്. അതുപോലെ മനുഷ്യരായ നമുക്ക് മറ്റുള്ള മനുഷ്യരോട് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയണമെന്നുള്ളതാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തേടുന്ന തേട്ടത്തിന് മുമ്പ് നമ്മളുമായി ബന്ധമുള്ള ആളുകളുമായി അവരോട് നല്ല നിലയിൽ പെരുമാറാനും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും എനിക്ക് നിങ്ങൾക്കും ഈ റമളാൻ മാസത്തിൽ കഴിയണം. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹാ, അല്ലയോ ഈമാനുള്ള മനുഷ്യരെ, മുഅ്മിനീങ്ങളെ, തൂബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങ്. തൗബതൻ നസൂഹാ, നിഷ്കളങ്കമായ ഇഖ്ലാസുള്ള ഒരവസ്ഥയിൽ നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങണം. അസാ റബ്ബുക്കും അയ്യുകഫിറ അൻകും സയ്യിആതികും, അങ്ങനെയെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചെയ്ത തിന്മകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയും. യുകഫിറ അൻകും സയ്യിആതികും, നിങ്ങൾ മുമ്പ് ചെയ്തു വെച്ച തിന്മകളെല്ലാം ഉണ്ടല്ലോ, ഇത് എത്രത്തോളം വലുതാണെങ്കിലും ശരി, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല, അർഹമുർ റഹീമീനായ അല്ലാഹു അത് മനുഷ്യർക്ക് പുറത്തു കൊടുക്കുമെന്ന് അല്ലാഹു പറയുകയാണ്. വയുദ്ഖിലുക്കും ജന്നാത്തിൻ തജ്രി
മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിലേക്ക് ഒരു മനുഷ്യന് കയറി ചെല്ലാനുള്ള അവസരം അള്ളാഹു ഒരുക്കി കൊടുക്കുമെന്ന്. 60 വയസ്സ് വരെ, 50 വയസ്സ് വരെ, 40 വയസ്സ് വരെ റബ്ബ് സുബ്ഹാനഹു വ തആല അറിയാത്തൊരു മനുഷ്യൻ, അല്ലെങ്കിൽ 20ന്റെയും 30ന്റെയും ഇടയിലുള്ള ഒരു മനുഷ്യൻ അള്ളാഹുവിനെ മനസ്സിലാകാതെ ജീവിച്ചിട്ട് പിന്നീട് പിൽക്കാലത്ത് അയാൾക്ക് അള്ളാഹുവിനെ മനസ്സിലായി, അയാൾ തൗബ ചെയ്തു മടങ്ങി. അങ്ങനെ ചെയ്തൊരു മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഓഫറാണ് യുകഫിറു അൻകും സയ്യിആതികും, നിങ്ങളുടെ സയ്യിആത്തുകൾ, നിങ്ങൾ ചെയ്തു വെച്ച തിന്മകൾ മുഴുവനും അല്ലാഹു മായ്ച്ചു കളയും. അല്ലാഹു പിന്നെ അത് എടുത്തു കാണിച്ചിട്ട് നീ ഇന്ന തിന്മകൾ ചെയ്ത മനുഷ്യനാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തില്ല, അല്ലെങ്കിൽ നമ്മളുമായി അത്തരം സംസാരങ്ങൾ ഉണ്ടാവുകയില്ല. അല്ലാഹു മാപ്പ് നൽകുകയാണ്, അവന്റെ പാപങ്ങൾ മായ്ച്ചു കളയുകയാണ്. താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പിൽ ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടം നൽകുമെന്ന് 66-ാം അധ്യായം 11-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിച്ചു. മുൻ കഴിഞ്ഞു പോയതെല്ലാം അല്ലാഹു മാപ്പാക്കി സ്വർഗം നൽകുന്ന അവസ്ഥ. റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് പിരിയുന്ന നിമിഷത്തിന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കാൻ പാടില്ല. ഏറ്റവും അവസാന നിമിഷത്തിൽ തൗബയില്ല. ഇന്നല്ലാഹ യഖ്ബലു തൗബത അൽ അബ്ദ മാ ലം യുഗർഗർ, അയാളെ തൊണ്ടക്കുഴിയിൽ നിന്ന് ഓർഗറന്ന ആ ഒരു ശബ്ദം അത് പുറത്തേക്ക് വരുന്നൊരു നിമിഷം, ഇനി രക്ഷയില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിൽ തൗഹീദ് സ്വീകരിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മുഹമ്മദ് റസൂലുള്ളാഹ് പ്രഖ്യാപിച്ചിട്ട് നന്മകൾ ചെയ്യാമെന്ന് പറഞ്ഞ് മടങ്ങി ഞാൻ തൗബ ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു അവസരം, ഈ ഒരു നിമിഷം, ആ നിമിഷത്തിൽ എനിക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയണം. അതുവരെ കാത്തു നിൽക്കാതെ എപ്പോഴാണോ നമുക്ക് അള്ളാഹനെ ബോധ്യപ്പെട്ടത്, എപ്പോഴാണോ നന്മകൾ ചെയ്യണമെന്ന് നമ്മൾ കൊതിച്ചത്, ആ നിമിഷം മുതൽ നല്ലൊരു മുസ്ലിമായി, നല്ലൊരു മുഅ്മിനായി എനിക്ക് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയണമെന്നാണ് കൽബറിഞ്ഞ് റബ്ബിനോട് പറയണം തൗബ. പരിശുദ്ധമായ റമദാനിലെ അവസാനത്തെ 10 നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ റബ്ബിനോട് ഒപ്പം അല്പസമയം നമ്മൾ സമയങ്ങൾ കണ്ടെത്തണം. അവസാനത്തെ 10ന്റെ ഒറ്റയിട്ട രാവുകളാകട്ടെ, അല്ലെങ്കിൽ അവസാനത്തെ 10 മുഴുവൻ ദിവസങ്ങളാകട്ടെ, പള്ളിയിൽ കഴിയുന്ന ആളുകളാണ് എങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കാനുള്ള ഒരുക്കങ്ങൾ ഇപ്പോഴേ നമ്മൾ നടത്തണം. വസ്ത്രം വാങ്ങാനുള്ളവർ ഇപ്പൊ തന്നെ വസ്ത്രങ്ങൾ വാങ്ങണം. അവസാനത്തെ 10 എനിക്ക് എന്റെ റബ്ബുമായി സംസാരിക്കാനുള്ളതാണ്, എനിക്ക് എന്റെ റബ്ബുമായി ഇടപെടാനുള്ളതാണ്, റബ്ബിനോട് തൗബ ചെയ്ത് മടങ്ങാനുള്ള അവസരമാണ്. എനിക്ക് റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തണം, എനിക്ക് ഒരുപാട് സുജൂദുകൾ എന്റെ റബ്ബിന് വേണ്ടി ചെയ്യാനുണ്ട്. ഈ ഒരു ആഗ്രഹവുമായി പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ എനിക്ക് പാരായണം ചെയ്തു തീർക്കണം. ഇങ്ങനെയുള്ള കൊതിയുമായി നമ്മൾ ജീവിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അന്നനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅതഖിഫു അൽ അശ്റൽ അവാഖിറ മിൻ റമളാൻ, റമളാനിലെ അവസാനത്തെ 10 ആയി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിലായിരുന്നു. ഹത്താ തവഫാഹു അല്ലാഹു അസ്സ വജല്ല, അല്ലാഹുവിലേക്ക് മടങ്ങിയെത്തുന്നവരെ. പിന്നീട് അതിനുശേഷം അല്ലാഹുവിന്റെ റസൂലിന്റെ പത്നിമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ എല്ലാവരും ഇഅ്തികാഫിലിരുന്നു എന്നാണ്. പള്ളികളിൽ നമ്മുടെ ഫാമിലി ഉണ്ടാകണം, പ്രാർത്ഥനകളുമായി, ദിക്റുകളുമായി, അങ്ങനെ എല്ലാ നന്മകളും സ്വീകരിക്കുന്നിടത്ത് നമ്മുടെ കുടുംബത്തിലെ കൂടെ കൂട്ടിയിരുത്താനുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. കഴിയുന്ന ആളുകൾ ജുമുഅ നടക്കുന്ന പള്ളികളിൽ തന്നെ ഇഅ്തികാഫിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കുക. ആരാധനകൾ കൊണ്ട് പള്ളി അലങ്കരിക്കണം. ഒരുപാട് ലൈറ്റുകളും തോരണങ്ങളും ഒരുപാട് സൗകര്യങ്ങളും ഒക്കെയായി ഡെക്കറേറ്റ് ചെയ്യുന്ന പള്ളികൾ നമുക്ക് കാണാൻ പറ്റും. പല ആളുകളും പാടത്താണ്, 27 രാവ് എന്നൊക്കെ പറഞ്ഞിട്ട് പാടത്തിരിക്കുന്ന മനുഷ്യന്മാരെയൊക്കെ കാണാൻ പറ്റും. അല്ലാഹുവിന്റെ റസൂല് യഅ്തഖിഫു ഫിൽ മസാജിദ് എന്ന പള്ളികളിലാണ് ഇഅ്തികാഫിരുന്നത്. അപ്പൊ ആരാധനകൾ കൊണ്ട് അലങ്കരിക്കേണ്ടത് പള്ളികളെയാണ്. ഒരുപാട് ഡെക്കറേഷൻ ഒന്നും ഇല്ല എങ്കിലും നമുക്ക് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പള്ളികളുമായി ബന്ധപ്പെട്ടിരിക്കാൻ കഴിയും. സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി റബ്ബ് സുബ്ഹാനഹു വ തആലയെ ആരാധിക്കാൻ ഉള്ള അവസരങ്ങൾ നമ്മൾ മുതലാക്കിയെടുക്കണം. അങ്ങനെ ഇബാദത്തുകളിൽ മുഴുകി റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് കൂടുതൽ എടുക്കാനുള്ള അവസരങ്ങളെ നമ്മൾ മുതലാക്കണമെന്നാണ്. വസ്ത്രങ്ങൾ എടുക്കാനുള്ള ശ്രദ്ധകൾ ഇപ്പോൾ തന്നെ ഉണ്ടാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇഅ്തികാഫ് മൂടാക്കിക്കൊണ്ട് പല ആളുകളും റോഡുകളിലാണ്, പള്ളികളാണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങും, എന്നിട്ട് ഇങ്ങനെ കറങ്ങി കിടക്കും. സോഡ സർബത്തും അതുപോലെ ജ്യൂസൊക്കെ ആയിട്ട് ഇങ്ങനെ സമയം കളഞ്ഞ് പള്ളിയിലാണ് എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഭൂരിഭാഗം യുവാക്കളുടെയും അവസ്ഥ ആ ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അതിൽ നിന്നൊക്കെ മാറി, ആ ഒരു ട്രെൻഡിൽ നിന്ന് മാറി അവസാന നിമിഷങ്ങൾ എന്ന് പറയുന്നത് നല്ല മുഹൂർത്തങ്ങള്, നല്ല സമയങ്ങള് അല്ലെ. ഏറ്റവും ഒരു നന്മയുടെ പര്യവസാനം അത് എത്രത്തോളം നന്നാക്കാൻ എനിക്ക് നിങ്ങൾ റമദാൻ അതിന്റെ അവസാന സമയങ്ങളിലാണ് നമ്മൾ കൂടുതലായിട്ട് റബ്ബുമായി എടുക്കേണ്ടത്. പലപ്പോഴും അവസാന നിമിഷങ്ങളാകുമ്പോൾ പള്ളിയിൽ ആളുകൾ കാണൂല, അമലുകൾ ചെയ്യാൻ ആളുകളെ കാണൂല. അങ്ങനെ ആകാൻ പാടില്ല. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം,
അവസാന സമയങ്ങളിൽ അത് കർമ്മങ്ങൾ പരിഗണിക്കപ്പെടുന്ന സമയങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവസാന സമയങ്ങൾ നമ്മൾ അങ്ങനെ ഒരുങ്ങുക. അള്ളാന്റെ റസൂൽ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ, അല്ലാഹു ഞങ്ങളുടെ കർമ്മങ്ങളുടെ പര്യവസാനം ഏറ്റവും നന്നാക്കണേ എന്ന്. പര്യവസാനം ആഖിബത്ത് നന്നാവണം, അവസാന നിമിഷങ്ങൾ നന്നാകണം. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ, എല്ലാ കാര്യങ്ങളുടെയും ആഖിബത്ത് അല്ലാഹുവേ നീ നന്നാക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ അവസാന 10 ആകുമ്പോൾ ഒന്നുകൂടെ ഒരുക്കം വർദ്ധിപ്പിക്കുമായിരുന്നു. ഇദാ ദഖലൽ അശ്റ, 10 പ്രവേശിച്ചു കഴിഞ്ഞാൽ ശദ്ദ മിഅ്സറഹു, അദ്ദേഹത്തിന്റെ അരക്കെട്ട് ഒന്നുകൂടെ കെട്ടി മുറുക്കും. വാഹിയ ലൈലഹു, രാത്രിയെ ഒന്നുകൂടി ജീവിപ്പിക്കും. വായിഖൽ അഹ്ലഹു, തന്റെ കുടുംബത്തിനെ തന്റെ ഫാമിലിയെ വിളിച്ചുണർത്തും. അങ്ങനെ എല്ലാ നന്മകളും പ്രവാചകൻ അതിനു വേണ്ടി ഇങ്ങനെ ഒരുങ്ങുമായിരുന്നു എന്നാണ്. അങ്ങനെ ഒരുങ്ങാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയണം. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കാൻ കഴിയണം. 83 വർഷം ചെയ്ത അമലുകൾ ഒരൊറ്റ ദിവസം കൊണ്ട്, ഒരൊറ്റ രാവ് കൊണ്ട്, അല്ലെ, ഒരു ഖുർആനിന്റെ ഒരു വചനമാണ് നമ്മൾ ഓതിയത് എങ്കിലും 83 വർഷം ഓതിയതുപോലെ അമലായിത്തീരും. ഒരു സുജൂദാണ് നമ്മൾ ചെയ്തത് എങ്കിൽ 83 വർഷം സുജൂദ് ചെയ്തതുപോലെ നമുക്കത് അങ്ങനെ നേടിയെടുക്കാൻ കഴിയും. അങ്ങനെ അശ്രദ്ധരാകാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, മൻ ഹുരിമഹാ ഫഖദ് ഹുരിമൽ ഖൈറ കുല്ലഹു, ആരെങ്കിലും ലൈലത്തുൽ ഖദ്റിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എല്ലാ നന്മകളും നഷ്ടപ്പെടുത്തിയവനെ പോലെ എന്ന്. എല്ലാ നന്മകളും അയാളിൽ നിന്ന് മാഞ്ഞു പോകുന്നത് പോലെയാണ്. വലാ യുഹരിമു ഖൈറഹാ ഇല്ല മഹ്റൂമൻ, തടയപ്പെട്ടവനല്ലാതെ, ദൗർഭാഗ്യവാനല്ലാതെ, ഭാഗ്യം കെട്ടവനല്ലാതെ ലൈലത്തുൽ ഖദ്ർ നഷ്ടപ്പെടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് വെച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആഗ്രഹത്തോടുകൂടി നന്മകളുമായി നമ്മൾ മുന്നേറുക. പരിശുദ്ധമായ റമദാനിലെ അവസാനത്തെ ദിനരാത്രങ്ങളിൽ അമലുകൾ കൊണ്ട് നമ്മൾ വർദ്ധിപ്പിക്കുക. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവനിലേക്ക് മടങ്ങിയെത്തുന്ന, തൗബ ചെയ്ത് മടങ്ങി നന്മകളുമായി മുന്നേറുന്ന സജ്ജനങ്ങളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദുൽ ഖഹാർ الفرد الصمد لم يلد ولم يولد ولم يكن له كفوا احد اوصيكم واياي ثانيا بتقوى الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ ദിനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അമല് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിരുന്നുവെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ സ്വഹാബത്തിൽ നിന്നോ അത്തരം ഒരു കർമ്മവും റസൂലോ സ്വഹാബത്തോ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല എന്നതുകൊണ്ട് അതിന് ഗൗരവം മനസ്സിലാക്കി ബദർ ദിനത്തിലെ പല അനാചാരങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ രണാങ്കണത്തിൽ രാത്രിയിലെ നമസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നത് കാണാൻ കഴിയും. ചുമലിലെ തട്ടം വീണു പോകുമാറ് അത്രയും ആ പ്രാർത്ഥനയിൽ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്, അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅദ്തനി, അല്ലാഹുവേ നീ വാഗ്ദാനം ചെയ്ത ആ ഒരു വാഗ്ദാനം ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ചു നൽകണേ. അല്ലാഹുമ്മ അഅ്തിനി മാ വഅദ്തനി, നീ വാഗ്ദാനം ചെയ്തത് ഞങ്ങൾക്ക് നീ കൊണ്ടുവന്ന് നൽകണമേ. അല്ലാഹുമ്മ ഇന്നക ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസ്വാബ, ഈ ഒരു ചെറു സംഘം 313 അല്ലെങ്കിൽ 319 അടങ്ങുന്ന ഈ ഒരു ചെറിയ സംഘം ഇതെങ്ങാനും ഇവിടെ നശിച്ചു പോയാൽ ഫലാ തുഅബദ് ഫിൽ അർദി അബദ, നീ ഭൂമിയിൽ ആരാധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകില്ല നാഥ. ഫമാ സാല യസ്തഗീസ റബ്ബഹു, റബ്ബിനോട് ഇസ്തിഗാസ ചെയ്തുകൊണ്ടേയിരുന്നു എന്ന്, അല്ലാഹുവിലേക്ക് സഹായം ചോദിച്ചുകൊണ്ടേയിരുന്നു എന്നാണ് റസൂൽ. എന്തിനു വേണ്ടിയാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹയെ സ്ഥാപിക്കാൻ വേണ്ടി. ലാ ഇലാഹ ഇല്ലല്ലാഹയെ നെഞ്ചോട് ചേർത്ത് വെച്ച് അതിന് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഈ ഒരു ഉമ്മത്ത് മുസ്ലിമ ലോകത്തുടനീളം ഉണ്ടാകണമെന്നുള്ള അതിയായ ആഗ്രഹമുള്ളത് കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ചത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയാണ് അങ്ങനെ. അള്ളാഹുവിനോട് ഇസ്തിഗാസ ചെയ്തുകൊണ്ടേയിരുന്നു എന്നാണ്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള സഹായത്തേട്ടം അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു.
അള്ളാഹു സഹായമിറക്കി. ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. ആയിരക്കണക്കായ മലക്കുകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന്റെ ഇസ്തിഗാസക്ക് സഹായത്തേട്ടത്തിന് ആകാശ ലോകത്തു നിന്ന് സഹായം ഇറക്കി കൊടുത്തു. ഫസ്തജാബ ലക്കും എന്നാണ് പറഞ്ഞത്. അള്ളാഹു ഇസ്തിജാബത്ത് കൊടുത്തു. ആർക്ക്? റസൂലിന് സഹായം കൊടുക്കുക. അള്ളാഹു ഇറക്കി കൊടുത്തതാണ് സഹായം. ബദറിന്റെ രണാങ്കണത്തിൽ പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് ആ സഹായം മുഖേന വിജയം നൽകി. ഈ രംഗമാണ് യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ അവർ എന്തിനു വേണ്ടിയാണ് അള്ളാഹിനോട് തേടിയത്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയുന്ന ഒരു സംഘം, അള്ളാഹുവിനോടും ആരാധിക്കാം, അള്ളാഹ് അല്ലാത്തവരോടും ആരാധിക്കാം എന്ന് പറയുന്ന മറുസംഘം. ഈ രണ്ട് സംഘത്തിന്റെ ഇവിടെയിൽ നിന്ന് റസൂൽ പ്രാർത്ഥിക്കുകയാണ്. റസൂൽ പ്രാർത്ഥിച്ചത് അള്ളാഹിനോട് മാത്രമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് വിജയം നൽകിയ സന്ദർഭമാണ്. പലപ്പോഴും മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ ബദരീങ്ങളോട് തേടുന്ന അവസ്ഥയാണ്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണെങ്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരായി ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുന്ന മുസ്ലിം ഉമ്മത്തിലെ ആളുകളെ കാണാൻ പറ്റും. ബദരീങ്ങളാൽ തുണ റബ്ബന എന്ന് പാടുന്ന പാട്ടിന്റെ വരികൾ നമുക്ക് കാണാൻ പറ്റും. റബ്ബേ, ബദരീങ്ങളെ കൊണ്ടാണ് ഞങ്ങൾക്ക് തുണ ലഭിക്കേണ്ടത് എന്ന് പറയുന്ന മനുഷ്യന്മാർ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത്തരം തേട്ടങ്ങൾ അതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ല എന്ന ഗൗരവകരമായ ഒരു ചിന്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. മാത്രമല്ല, പരിശുദ്ധമായ റമദാൻ മാസത്തിലെ ഓരോ അമലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഏറ്റവും അടുക്കാനുള്ള അവസരങ്ങളായിട്ടാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അങ്ങനെ ദീന് പഠിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ദീനിനെ ഉൾക്കൊള്ളാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. ഇത്തരം അനാചാരങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഞാൻ ഇല്ല എന്ന് പറയാൻ, എനിക്കതിന്റെ ഭക്ഷണം വേണ്ട എന്ന് പറയാനൊക്കെ എനിക്ക് നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. അങ്ങനെ ദീന് പഠിച്ച് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക അല്ലേ. തൗഹീദ് അത് ഏറെ മനോഹരമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ മനസ്സിലാക്കിയ ആളുകളാണ്. അതുകൊണ്ട് തൗഹീദിന്റെ വിഷയങ്ങളിൽ നമ്മൾ അതീവ ജാഗ്രത പുലർത്തണം. ഏത് നിമിഷവും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് നഷ്ടമാകാം, അത് നഷ്ടപ്പെട്ടു പോകാം. അതുകൊണ്ട് അങ്ങനെ നഷ്ടമാകാത്ത രൂപത്തിൽ കൊണ്ടു നടന്ന് അവസാന നിമിഷം വരെ, എന്റെ മരണം വരെ എനിക്കത് വളരെ സുരക്ഷിതമായി കൊണ്ടു നടക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ എന്റെ ആഖിബത്ത് നന്നാവൂ, എന്റെ പര്യവസാനം നന്നാവും. അതുകൊണ്ട് അത് കൊതിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഇത്തരം ദീനീപരമായ കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ, ഒട്ടും മടിക്കാതെ തൗഹീദ് രംഗത്ത്, പ്രബോധന രംഗത്ത് ഒരുപാട് ചെറിയ മക്കൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ദീൻ പഠിക്കുകയാണ്. ഇത്തരം സ്ഥാപനങ്ങൾ നമുക്കുണ്ട്. ജാമിഅ അൽ ഹിന്ദ് പോലെ, അതുപോലെ ദാറുൽ അർക്കം പോലെയുള്ള സ്ഥാപനങ്ങൾ വളരെ മനോഹരമായി അവർ ഒരുപാട് മെമ്പറുകൾ കൈകാര്യം ചെയ്യുന്നവരാണ്. അവർ തൗഹീദ് പറയുന്നുണ്ട്. ആദർശ രംഗത്ത് ഒട്ടും മടി കാണിക്കാതെ, ഒട്ടും വെള്ളം ചേർക്കാതെ, കൃത്യമായും വക്രതയില്ലാതെയും വളച്ചൊടിക്കാതെ ഈ ദീന് പ്രബോധനം ചെയ്യുന്ന ആളുകൾ. അങ്ങനെയുള്ള കുട്ടികൾ ഇനിയും പഠിച്ചിറങ്ങാനുണ്ട്. നമ്മുടെ ഒരു ഓഹരി കൊണ്ട് റമദാൻ മാസത്തിലെ നല്ലൊരു വിഹിതം എന്റെയും നിങ്ങളുടെയും കൽബിൽ തട്ടി, ഹൃദയത്തിൽ തട്ടി എനിക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. അങ്ങനെ മക്കൾ പഠിക്കുന്നതിന്റെ ഒരു പ്രതിഫലം നമുക്ക് കിട്ടും. എത്ര കാലം ഈ ദഅവാ പ്രബോധന മേഖല എത്രത്തോളം ഉയർന്നു നിൽക്കുമോ അത്ര കാലം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഖബറിലേക്ക് അത് വന്നുകൊണ്ടിരിക്കുന്നു. മരണപ്പെട്ടു പോയാൽ അത്തരം നന്മകൾ നമ്മൾ ചേർത്ത് വെക്കുക. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് അതെല്ലാം സ്വീകരിക്കണേ എന്നുള്ള പ്രാർത്ഥനയും ഒപ്പം മത്സര ബുദ്ധിയോടുകൂടി റമദാൻ മാസത്തെ കാണുകയും നല്ല ഉന്മേഷത്തോടു കൂടി അവസാന സമയങ്ങളെ ഉപയോഗപ്പെടുത്താനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുങ്ങിയതുപോലെ അരക്കെട്ട് മുറുക്കിയെടുത്ത് എനിക്ക് നിങ്ങൾക്ക് കർമ്മം ചെയ്യാൻ കഴിയണം. അങ്ങനെ മത്സരിച്ചുകൊണ്ട് മുന്നേറുക. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും എന്ന് പറഞ്ഞ ആ മഗ്ഫിറത്തിന് വേണ്ടി നമ്മൾ തേടിക്കൊണ്ടേയിരിക്കുക. ആ വേഗതയിൽ, അതീവ വേഗതയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക. പുണ്യങ്ങളുടെ ഈ ഒരു മാസം നമുക്ക് നഷ്ടമായിക്കൂടാ എന്നുള്ള ചിന്തയോട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പുണ്യങ്ങളിൽ മത്സരിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ നിന്റെ മഗ്ഫിറത്തും മർഹമത്തും കൊണ്ട് പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ സമാധാനവും ഐശ്വര്യവും നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നീ പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ സ്വതക്കകൾ നീ സ്വീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ നമസ്കാരങ്ങൾ നീ സ്വീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ, പ്രയാസപ്പെടുന്ന ആളുകൾക്ക് എല്ലാ നിലക്കും ആശ്വാസം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. ربنا آتنا في الدنيا حسنة
وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد والحمد لله رب العالمين.